I just say, God bless you all. This is just the beginning. Ini ഒരുപാട് കാര്യം നമുക്ക് achieve ചെയ്യാണ്ട്. Wishing you all the very best. Good luck. Good luck, girls. Come on. Yay. Thank you, Ramesh ma'am. കഴിഞ്ഞ ദിവസം മാം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. തിരൂരിൽ വെച്ച് നമ്മളിതാ മറ്റൊരു തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് മാഡത്തിൻ്റെ എല്ലാ പ്രസൻസും നമ്മുടെ എല്ലാ ഫാമിലിയിലും അതേപോലെ തന്നെ ഒരു സർപ്രൈസ് വിസിറ്റും നമ്മുടെ ഒരു സ്റ്റുഡൻറ് സർവീസിൽ നടത്തുന്നതാണ്. സോ മാഡത്തിനോട് ചോദ്യം ചോദിക്കാനുള്ള സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വിഷയം എന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു ക്വസ്റ്റ്യൻസ് അയക്കാൻ പറഞ്ഞപ്പോൾ 1282 ചോദ്യങ്ങളാണ് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പോഴല്ല, അത്രയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 1282 ചോദ്യങ്ങൾ വിത്തിൻ 1 hour. ഓക്കെ, അപ്പം അതുകൊണ്ട് മാഡം റോളിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ചോദ്യത്തിനുള്ള എല്ലാ മറുപടിയും അതിനുണ്ട്, ഇല്ലേ? യെസ്, ഓക്കെ, റൈറ്റ്. അപ്പം അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഒരുപാട് ലവ്ലി വേർഡ്സ്, താങ്ക് യു. നമുക്ക് അടുത്ത് ഈ ഒരു ഗംഭീരമായ വേദിയിൽ നമ്മുടെ സ്വീസ് മെൻറ്റർ, അതേപോലെ തന്നെ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ളത് അശ്വമേധത്തിലൂടെയാണ്, അല്ലേ? അശ്വമേധം എന്ന് പറഞ്ഞ വലിയൊരു റിയാലിറ്റി ഷോയുടെ കണ്ട GS പ്രദീപ് സാറിനെയാണ്. പക്ഷെ അതുമാത്രമല്ല, ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുള്ള നമ്മുടെ പ്രിയപ്പെട്ട GS പ്രദീപ് സാറ് വീണ്ടും അശ്വമേധം ഇന്ന് ചാനലിൽ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സെഷന് വേണ്ടി നമ്മുടെ ടാറിൻ്റെ ടോക്കിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ കുട്ടികളിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നിറഞ്ഞ കയ്യടിയോടുകൂടി സാറിനെ സ്വാഗതം ചെയ്യണം. വെൽക്കം സാർ. ആര് എത്ര കണ്ട് ശ്രമിച്ചാലും വളരെയധികം പണിപ്പെട്ടാലും മായ്ച്ചു കളയാൻ കഴിയാത്ത ചിലതുണ്ട് ചരിത്രത്തിൽ, ജീവിതത്തിൽ. എത്ര കടലുകളിലെ ജലം കൊണ്ട് കോരിയൊഴിച്ച് മായ്ച്ചു കളയാൻ മെനക്കെട്ടാലും ഒരിക്കലും മായാതെ മാനവരാശിയുടെ ചരിത്രത്തിലെ നക്ഷത്ര തിളക്കമുള്ള അടയാളങ്ങളായി നിൽക്കുന്ന സാക്ഷാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും ഈ നാട്ടിൽ, ഏറനാട്ടിൽ, ഈ വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാളിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മനുഷ്യർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം, നമസ്കാരം. ഈ പ്രോഗ്രാമിന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരല്പം നേരത്തെയാണ് വന്നത്. രാത്രി കണ്ണൂരൊരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ആദ്യം വന്നിട്ട് പോകാമെന്ന് കരുതിയത്. അല്പം തുടങ്ങി താമസിക്കാൻ. അപ്പൊ എൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു അവിടെ മുഴുവൻ നിറയെ സ്ത്രീകളാണ് എന്നാണ്. അവനതൊരു വലിയ അത്ഭുതത്തോടെയാണ്